നേരത്തെ പറഞ്ഞതിൽ ഈ ബ്രോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് അപ്ഗ്രേഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു സിനിമ വിജയിച്ച ഒരു പടത്തിൽ അപ്പോൾ അയാളെ മെയിൻ ആക്ടർ ആവണമെന്ന് പോലില്ല, എന്തെങ്കിലും രീതിയിലൊരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു സ്റ്റാർ കാണിക്കുന്ന പെടാപ്പാടുകൾ നമ്മൾ കാണാറുണ്ട്. ബീറ്റ് ഇൻ ദ ക്ലോത്ത്സ്, ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, കാർസ്, കാക്കനാട് ഒരു ഫ്ലാറ്റ്, മനസ്സിലായ? ഇത് ഞാൻ പറഞ്ഞത് അങ്ങനെ സെൻ മോഡിലേക്ക് പോയതൊന്നല്ല. പക്ഷെ ഇങ്ങനത്തെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അത് കുറച്ച് സാക്രിഫൈസ് ചെയ്തു എന്നാണോ ഈ 3-4 മാസത്തില് ഞാൻ മനസ്സിലാക്കണ്ടേ? സാക്രിഫൈസ് എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ നോർമലി എന്താ പറയുന്നത്, നോർമലി ഇപ്പം ഞാനിപ്പം പോകുന്ന ജീവിതത്തിൽ ഒരു ബെറ്റർ ക്ലോത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ തന്നെയാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും, അതായത് വരാൻ സാധ്യതയുള്ളൊരു ഇതിൽ ചിലപ്പോൾ ഇത്ര ഒരു പൈസ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് ബാധ്യതപ്പെടില്ലേ, അത് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് EMI ആക്ടർ ആവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്തോറും എനിക്ക് ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഇതെന്നെ ടോട്ടലി ബാധിക്കും. ഒരു കാര്യം, ഒരു നമുക്കൊരു സബ്ജക്റ്റ് വരുമ്പോൾ, ഒരു ഫിലിം മേക്കർ വരുമ്പോൾ ഒക്കെ ചെലവുകളെ മീറ്റ് ചെയ്യാൻ കഥാപാത്രങ്ങളാവുന്ന ചിലപ്പോൾ ഇന്നും മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേക്കാം. എനിക്ക് അങ്ങനെ ഭയങ്കര ഉറപ്പോ അല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സോഫാർ ആ വിൻഡോയിൽ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ ഇതിനെ ഇപ്പം സ്കെയിലപ്പ് ചെയ്യുന്നില്ല, ഞാൻ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഉയർത്തി വെച്ചിട്ട് ബാധ്യതപ്പെടുന്നില്ല. ആ തീരുമാനമായിരുന്നു. വളരെ ഫ്യൂവർ ആക്ടേഴ്സ്, എനിക്ക് തോന്നുന്നു മനോജ് ബാജ്പേയി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, നവാസ് സിദ്ദിഖി ഈ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരു സോമസുന്ദർ ഈ കാര്യം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ കാർ വാങ്ങിച്ചു, അപ്പൊ അതിന് EMI അടയ്ക്കണം. അതുകൊണ്ട് എനിക്കൊന്ന് പ്രദീപ് രംഗനാഥനും ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ആഫ്റ്റർ കോമാളി അദ്ദേഹത്തിന് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കാന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞത്. അപ്പൊ ആള് പറഞ്ഞ ആ കാറിന്റെ പൈസ എനിക്ക് തന്നാൽ മതി, സോ ദാറ്റ് ഐ ക്യാൻ സർവൈവ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അഡ്രസ് ചെയ്യേണ്ടത്. ആരും അതങ്ങനെ മറ്റൊരു കാര്യം ഇനി നമുക്ക് ആഷിഖ് കപൂർ ടീമിലേക്ക് വരാം. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ എവിടേക്കോ ആഷിഖ് കപൂർ ആഷിഖ് കപൂർ അമൽനീരത് അൻവർഷിദ് ടീമിന്റെ മാത്രമല്ല, ഈ ആഷിഖ് കപൂറിന്റെ കൂടെയുള്ള ശ്യാം പുഷ്കരൻ, ദിലീഷ് നായർ, റെക്സ് വിജയൻ, ഇവരുടെ ഒക്കെ ഫാൻ ബോയ്സ് ആയിട്ടുണ്ടാവും. എപ്പോഴാണോ സോൾട്ട് പേപ്പർ റിലീസ് ആയത് അപ്പൊ തൊട്ടിട്ട് ഞാൻ സോൾട്ട് പേപ്പറിന് ഇപ്പൊ വിഷ്ണു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഇവരുടെ ഹോൾ ഗ്രൂപ്പിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സൂര്യ ടീം. ഓ ഭാഗ്യവാൻ. അപ്പോൾ അത് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ആസിഫും ഒക്കെ, ആസിഫിനെയൊക്കെ അന്നത്തെ ഒരു സമയത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്കമിങ് സ്റ്റാർ ആയിട്ടുള്ള അതെ. ഇയാള് ഇയാള് പൊളിയായിട്ട് കോമഡി നെക്സ്റ്റ് ബിഗ് തിങ് ഇയാളാണ്. അപ്പോ ഈ ആഷിഖ് കപൂറിൽ തുടങ്ങാം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ശ്യാം പുഷ്കരൻ പറഞ്ഞൊരു കാര്യമാണ്, വിഷ്വലാണ്. നമ്മള് വിഷ്വൽ കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡയലോഗുകൾ എഴുതുന്നത്. ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഫിലിം മേക്കേഴ്സ് അവരുടെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരികൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിഷ്വൽസ് ഉണ്ടായിരുന്നത്. കാരണം കുറെ കൂടി ഡയലോഗ് ഓറിയന്റഡ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾ അവസാന നിമിഷം വരെ വേണമെങ്കിലും നമ്മൾ നമ്മുടെ വിഷ്വൽസ് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ശീലിച്ചിട്ടുള്ള ഫിലിം മേക്കിംഗ് നിന്ന് എത്രത്തോണ്ട് മാറിയിട്ടും അല്ലെങ്കിൽ എത്രത്തോണ്ട് റിഫൈൻഡും ആയിരുന്നു ഈ ഇവരുടെ പ്രോസസ്സ്? ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ നമുക്ക് അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കാമായിട്ടുള്ള വലിയ കെയോസ് ഒന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോൾ 35-40 ദിവസം വർക്ക് ചെയ്താൽ ഈ 40 ദിവസവും അതായത് വളരെ കാമായിട്ടുള്ളൊരു സ്ഥലം, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്പേസ് അവർ എല്ലാ ടെക്നീഷ്യനോടും ആക്ടറോടും എല്ലാം അങ്ങനത്തെ ഒരു ഡൈനാമിക്സ് ഭയങ്കര രസമായിട്ട് കീപ്പ് ചെയ്യും. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഒരു മാസ്റ്ററാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സംശയം വരുന്നുണ്ട്. ചിലപ്പോൾ അത് മണ്ടത്തരം ആവാം, വേണ്ട നമുക്ക് ഇപ്പം ചോദിക്കണ്ട കാരണം പുള്ളി എന്തു തിരക്കില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്കാളും കൂടുതൽ അശിക്കട്ട ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്ന് ഒരാൾക്ക് രണ്ടാമത്തെ ദിവസം മുതൽ ഫ്രീ ആയിട്ട് സംസാരിക്കാം. മനസ്സിലാവും. അതിന് തസ്തികകൾ, ഹൈറാർക്കി എന്ന് പറയുന്നത് എപ്പോഴും അവരവരുടെ ജോലി എന്താണെന്ന് അറിയാനാ പ്രോപ്പറായിട്ട്. അപ്പൊ അതല്ലാതെ ബാക്കിയുള്ള സ്പേസിൽ ആ സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര രസമുള്ളൊരു ഡൈനാമിക്സ് ഉണ്ട് മനുഷ്യർക്കിടയിൽ. പിന്നെ ശ്യാമേട്ടനൊക്കെ നമുക്ക് ഇപ്പം ഞാനൊക്കെ ഭയങ്കര ഫാൻ ബോയ് ആണ്. അപ്പോൾ ശ്യാമേട്ടനൊക്കെ നമ്മുടെ ആ മറ്റേ ഫാൻ
അന്തം ഒക്കെ ഫസ്റ്റ് ദിവസം തന്നെ അടിച്ച് ദൂരെ കളയും. എങ്ങനെയായിരിക്കും? ഐ മീൻ ഭയങ്കര ഇതായിട്ട് ഭയങ്കര സുഹൃത്തിനെ പോലെ സംസാരിക്കും. നമ്മള് ജോക്സ് ക്രാക്ക് ചെയ്യും, ഇതാക്കും, ഭയങ്കര ഓണസ്റ്റ് ആവത്തില്ലേ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തില്. അപ്പൊ അത് നമുക്ക് രണ്ടാമത്തെ ദിവസം മുതൽ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര സൗഹൃദം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ശ്യാമേട്ട ഇങ്ങനെ പറഞ്ഞു, അപ്പോഴാ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ചോദിക്കും ചിലപ്പോൾ, നീ ശ്യാം പുഷ്കറിന്റെ കാര്യം മനസ്സിലാണ്. അപ്പൊ ആ ഒരു സ്ഥലം ഉണ്ട്. പിന്നെ മാസ്റ്റേഴ്സിന് അവർക്ക് പ്രോപ്പർലി അവർ നമ്മളെക്കാളും ഒക്കെ കൂടുതൽ റൈഫിൾ ക്ലബിനെ പറ്റി ഇതിൽ ഓരോ ക്യാരക്ടറിനെ പറ്റിയൊക്കെ അത്രയധികം ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഫിലിമിൽ നിന്ന് മനസ്സിലാകുന്ന പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എല്ലാ വിങ്ങിലും ഭയങ്കര ക്രാഫ്റ്റ്സ്മാൻമാർ നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഭയങ്കര കുറവാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് ബുദ്ധിയൊന്നും ഉപയോഗിച്ച് ഇതിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ വണ്ടി കയറി ഇരുന്നാൽ മതി, നമ്മൾ അങ്ങ് എത്തിക്കോളും. മനസ്സിലായി? കാരണം എല്ലാ വിങ്ങിലും അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളാണല്ലോ നിൽക്കുന്നത്. ഇപ്പം ആഷിഖേട്ടൻ തന്നെ ക്യാപ്ചർ ചെയ്യുന്നു, ആഷിഖേട്ടൻ തന്നെ ഫ്രെയിം ചെയ്ത സ്ഥലങ്ങളിൽ ആ സ്റ്റോറി ടെല്ലിങ്ങിൽ നമ്മൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഐ മീൻ റൈറ്റർഷിപ്പിൽ ഭയങ്കര എന്താ പറയുക, അതായത് നമ്മൾ സിനിമകൾ കണ്ടിട്ട് നമുക്ക് അത്രയ്ക്കധികം ഇഷ്ടമുള്ള റൈറ്റേഴ്സാണ്. ഇപ്പോൾ സുഹാസ് ആയിക്കോട്ടെ, ദിൽഷേട്ടനായിക്കോട്ടെ, ശ്യാമേട്ടനായിക്കോട്ടെ. അപ്പോൾ അവർ 3 പേരും എഴുതിയേക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ അഭിനയിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൃഷാന്തനോടൊക്കെ പറയും, അഥവാ ഞാൻ പാളിയെ പോലും റെക്സ് എന്നെ രക്ഷപ്പെടുത്തിക്കോളാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു, റെക്സ് ബ്രോവിനെ മീറ്റ് ചെയ്തു. ഐ മീൻ അതെനിക്ക് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. ആൻഡ് റെക്സിനെ പറ്റിയിട്ടും അത് റെക്സ് വിജയ് എന്നുള്ള പേരിനുള്ള ആരാധന നമ്മൾ എടുത്തു പറയണല്ലോ. കാരണം അവര് തൊട്ടിട്ട് നമ്മള് അത് ഫാനാണ്. പക്ഷെ അവര് വന്നിട്ട് തന്നെയാണ് ഈ സ്കേപ്പ് മൊത്തം, ഐ മീൻ ആറാറിന്റെ സ്കേപ്പ് മൊത്തം തിരിച്ചാന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യണം. കാരണം ഈ ഇലക്ട്രോണിക് ഗിറ്റാർസ് വന്നതും, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ആറാറ് ചെയ്യണ്ട, എല്ലാ സ്ഥലത്തും പശ്ചാത്തല സംഗീതം ചെയ്യുന്നതല്ല, പശ്ചാത്തല സംഗീതം എന്നൊക്കെ ചെയ്തതിന്റെ ഒരു തുടക്കക്കാരൻ റെക്സ് ആണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആൻഡ് അദ്ദേഹമാണ് ഇതിന്റെ എനിക്ക് കുറെ കാലത്തിന് ശേഷം ആറാറും വർക്ക് ചെയ്യുന്നതും പുള്ളി റൈഫിൾ ക്ലബിലാണ് കുറെ കാലത്തിന് ശേഷം. അത് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എനിക്ക്. ഐ മീൻ ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ബാക്കി കാര്യങ്ങൾ നമ്മളവിടെ ഷൂട്ട് ചെയ്യപ്പെടുന്നത്, ഇത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമായിരിക്കും എന്നൊക്കെ കൂടുതലും അറിയാവുന്നതും, എന്നാലും നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിൽപ്പുണ്ടല്ലോ, അത് അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന രസവും ഡൈനാമിക്സ് ഒക്കെ നമുക്ക് ഏകദേശം കിട്ടും. അപ്പം ഇതിൽ എന്തായിരിക്കും റെക്സ് ബ്രോ എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ എൻഹാൻസ് ചെയ്യാൻ പോകുന്നത്, അത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പം ഞാൻ തിയേറ്ററിൽ കണ്ട് ഞാൻ ബ്ലോൺ ഔട്ടായി. പിന്നെ നമ്മളിപ്പം ഭയങ്കര സൂപ്പറായിരുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് റെക്സ് ബ്രോ. അപ്പം ഐ മീൻ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളം മുഴുവൻ സൂപ്പറാന്ന് പറഞ്ഞാലും ക്യാരിഡ് അവേ ആവുന്ന ആർട്ടിസ്റ്റ് അല്ല റെക്സ് ബ്രോ. അപ്പോൾ എനിക്ക് ഐ മീൻ 2 ദിവസം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പം എന്തൊക്കെയാണ് അടുത്ത പരിപാടീസ് എന്നൊക്കെ എൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഭയങ്കര രസമുള്ളൊരു മനുഷ്യൻ.